തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ തന്നെ നടത്തണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നാളെ തന്നെ നിലവിൽ വരണമെന്നും കോടിയേരി പറഞ്ഞു. ബാലസംഘം സംഘടിപ്പിച്ചത് ആത്മീയ പരിപാടിയല്ലെന്നും മതേതര പരിപാടിയാണെന്നും കോടിയേരി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ നടത്തണമെന്ന നിലപാട് സർവകക്ഷി യോഗത്തിൽ അറിയിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. നാളത്തെ സർവകക്ഷി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കണം. പെരുമാറ്റച്ചട്ടം സർവകക്ഷി യോഗത്തോടെ നിലവിൽ വരണം. ഒക്ടോബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താതിരുന്നാൽ നവംബർ 1 തീയതി മുതൽ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും അഡ്മിനിസ്ട്രേറ്റർ ഭരണമാണ് വരാൻ പോകുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റർമാരെ ഉപയോഗിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായ കൃത്രിമം നടത്താനാണ് UDF ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതിന് തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഒരു വാർഡിലുള്ള വോട്ടറെ വേറെ വാർഡിലേക്ക് മാറ്റിച്ചേർക്കുകയാണ്. ശ്രീകൃഷ്ണ ജയന്തി CPIM ആഘോഷിച്ചിട്ടില്ല. ഓണാഘോഷ പരിപാടിയുടെ സമാപനമാണ് ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നത്. അഷ്ടമി രോഹിണി ദിവസം മറ്റൊരു പരിപാടി നടക്കരുതെന്ന RSS നിലപാട് ഫാസിസമാണെന്നും കോടിയേരി പറഞ്ഞു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം CPIMന്റെ പരിപാടിയല്ല. ബാലസംഘം സംഘടിപ്പിച്ചത് ഓണാഘോഷ പരിപാടിയുടെ സമാപനമാണ് ബാലസംഘം സംഘടിപ്പിച്ചത്. ഇത് ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ വർഷവും ഈ പരിപാടി ബാലസംഘം സംഘടിപ്പിച്ചിട്ടുണ്ട്. RSS പറയുന്നത് ശ്രീകൃഷ്ണ അഷ്ടമി രോഹിണിയായ ദിവസം വേറെ ഒരു സംഘടനയും പരിപാടി നടത്താൻ പാടില്ല, വേറെ ഒരു പരിപാടിയും പാടില്ല. ഇത് ഫാസിസ്റ്റ് സമീപനമാണ്. പോലീസുകാരെ പരസ്യമായി വെല്ലുവിളിക്കുന്നത് ഉൾപ്പെടെ നിയമം കയ്യിലെടുക്കാനുള്ള RSS ശ്രമത്തിന് സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്നും കോടിയേരി വിമർശിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം നാളെ നടക്കും. തെരഞ്ഞെടുപ്പ് തീയതിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകില്ല. തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ തന്നെ നടത്തണമെന്ന നിലപാട് സ്വീകരിക്കുമെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് കമ്മീഷൻ സർവകക്ഷി യോഗം വിളിച്ചത്. തെരഞ്ഞെടുപ്പ് തീയതി നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്യാനിടയില്ല. തെരഞ്ഞെടുപ്പ് 1 മാസം നീട്ടിവെക്കണമെന്നതാണ് സർക്കാർ നിലപാട്. പുതുതായി രൂപീകരിച്ച മുനിസിപ്പാലിറ്റികളും കണ്ണൂർ കോർപ്പറേഷനും അടിസ്ഥാനമാക്കി നവംബർ ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന നിലപാട് UDF പ്രതിനിധികൾ അറിയിക്കും. തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുന്നത് ഭരണഘടനാനുസൃതമല്ലെന്നതാണ് ഇടതുമുന്നണിയുടെ നിലപാട്. എന്നാൽ വീണ്ടും സർക്കാർ അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ഒരു തീരുമാനം ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ കോടതി ചോദ്യം ചെയ്യും. ഞങ്ങളുടെ കേസ് അവിടെ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്ന സാഹചര്യത്തിൽ നവംബർ 1 നിശ്ചയിച്ച വിഴിഞ്ഞം നിർമ്മാണോദ്ഘാടനം നീട്ടിയേക്കും. ഡിസംബർ 5 ഉദ്ഘാടനം നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂരിൽ CPIMന്റെ ബഹുജന സംഘടനകൾ നടത്തിയ ഓണം സമാപന ഘോഷയാത്ര പാർട്ടിയുടെ അടിസ്ഥാന നയങ്ങളിൽ നിന്നുള്ള വ്യതിചലനമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഘോഷയാത്ര സംബന്ധിച്ച് പാർട്ടിക്കെതിരെ കുപ്രചാരണം നടത്തുകയാണെന്നും VS പറഞ്ഞു. അങ്ങനെയൊന്നും ഞങ്ങളുടെ പാർട്ടി BJPക്കാരോ അതുപോലുള്ള ആളുകളോ പ്രചരിപ്പിക്കുന്നതനുസരിച്ച് അതിനെ വിധേയമായി നിങ്ങൾ ആരും കരുതണ്ട. അതെല്ലാം ഒരു കൂട്ടരുടെ ദുഷ്പ്രചരണങ്ങളായിട്ട് ഞാൻ കാണുന്നുള്ളൂ. നെയ്യാറ്റിൻകര SIയെ മന്ത്രി PK ജയലക്ഷ്മിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം പരസ്യമായി മർദ്ദിച്ചു. സംഭവം ഒത്തുതീർപ്പാക്കാൻ കോൺഗ്രസ് തലത്തിൽ നീക്കം നടത്തിയത് പ്രതിഷേധത്തിന് ഇടയാക്കി. നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടയിലാണ് സംഭവങ്ങളുടെ തുടക്കം. ട്രാഫിക് നിരോധിച്ച സ്ഥലത്തുകൂടി വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്ത AR ക്യാമ്പിലെ പോലീസുകാരനായ അരുണിനെ തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിപിൻ ജോസ് മർദ്ദിച്ചു. തടയാനെത്തിയ SI ശ്രീകുമാറിനെയും ആക്രമിച്ചു. തുടർന്ന് ബലപ്രയോഗത്തിലൂടെ പ്രതികളെ കീഴടക്കിയ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. എന്നാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഇയാൾ മന്ത്രി PK ജയലക്ഷ്മിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് ആരോപിക്കുന്നു. പ്രതികളെ വിട്ടുകൊടുക്കാൻ
കോൺഗ്രസിൽ നിന്ന് സമ്മർദ്ദമുണ്ടായെങ്കിലും DGP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉറച്ച നിലപാടെടുത്തതോടെ വിപിൻ ജോസിന്റെ പേരിൽ പോലീസ് കേസെടുത്തു. അതിനിടെ കേസ് ഒത്തുതീർക്കുന്നതിനായി A ഗ്രൂപ്പുകാരനായ പോലീസ് അസോസിയേഷൻ സംസ്ഥാന നേതാവ് തന്നെ രംഗത്തിറങ്ങിയത് പോലീസുകാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം ഒത്തുതീർക്കാനായി മുതിർന്ന A ഗ്രൂപ്പ് നേതാക്കൾ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളെയാണ് ആക്രമിച്ചതെന്ന വിശദീകരണവുമായി വിപിൻ ജോസ് രംഗത്തെത്തി. ഇടുക്കിയിൽ KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ പോലീസിനെയും വൈദികരടക്കമുള്ള അധ്യാപകരെയും ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് നെയ്യാറ്റിൻകരയിലും പോലീസിന് നേരെ ആക്രമണമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വീണ്ടും RSS ആക്രമണം. ആലപ്പുഴ ചാരുമൂട്ടിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറിയുടെ വീട് തീവെച്ച് നശിപ്പിച്ചു. കണ്ണൂർ നങ്ങാരത്ത് പീടികയിൽ CPIM സ്തൂപവും കൊടിമരവും നശിപ്പിച്ചു. തിരുവനന്തപുരം പിരിവ് നൽകാത്തതിന് RSS അക്രമികൾ കട തല്ലി തകർത്തു. കണ്ണൂർ നങ്ങാരത്ത് പീടികയിൽ CPMന്റെ സ്തൂപവും കൊടിമരവും തകർത്ത അക്രമികൾ ശ്രീമുദ്ര കലാ സാംസ്കാരിക സമിതിക്ക് മുന്നിലെ ശ്രീനാരായണ ഗുരു പ്രതിമയും തല്ലി തകർത്തു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ആക്രമണം. ആക്രമണത്തിന് പിന്നിൽ RSSകാരാണെന്ന് CPIM ആരോപിച്ചു. സ്ഥലത്തെ വിവിധ കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ഈ സ്ഥാപനങ്ങളിലെ സാധന സാമഗ്രികളും തകർക്കപ്പെട്ടു. സംഭവത്തിൽ പ്രതിഷേധിച്ച് നങ്ങാരത്ത് പീടികയിൽ ഇന്ന് CPIM ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട്ടിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സജിയെ RSS പ്രവർത്തകർ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഡിവൈഎഫ്ഐയുടെ ഏരിയ സെക്രട്ടറി വിനോദിന്റെ വീട് തീവച്ച് നശിപ്പിച്ച സംഘം വീടിന് മുന്നിൽ കിടന്ന കാറും കത്തിച്ചു. അക്രമത്തിനെതിരെ ചാരുമൂട്ടിൽ CPIM ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് പിരിവ് നൽകാത്തതിന്റെ പേരിലാണ് തിരുവനന്തപുരം കരമനയിൽ RSS അക്രമി സംഘം അഴിഞ്ഞാടിയത്. 25,000 രൂപ പിരിവ് ആവശ്യപ്പെട്ടെടുത്ത് 500 രൂപ മാത്രം കൊടുത്താണ് RSSകാരെ പ്രകോപിപ്പിച്ചത്. കരമനയിലെ TVS ഷോറൂമാണ് തകർക്കപ്പെട്ടത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുമൂലം കടയുടമയ്ക്കുണ്ടായത്. കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു മണിയായപ്പോൾ വന്ന് ഇവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അവരെന്താ ട്രിപ്പ് ആക്കിയിട്ട് ഒരു 10 രൂപ വരെ ഒന്ന് അടിച്ച് പൊട്ടിച്ചു. കമ്പിപ്പാറയൊക്കെ കൊണ്ടുവന്നിട്ടാണ് കുത്തി ഇതാക്കിയത്. ഇതൊക്കെ ഇവിടെയൊക്കെ പൊട്ടിച്ചേക്കുകയാണ്. RSS ആണ്. അപ്പോൾ ഉച്ചയ്ക്ക് സംസാരിച്ചത് RSS. എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴേ ഞങ്ങൾ RSS എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. സംഭവത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് CPIM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രനും V ശിവൻകുട്ടി MLAയും റോഡ് ഉപരോധിച്ചു. ഇതോടെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന RSS അക്രമങ്ങളിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്. ISഉം RSSും തമ്മിൽ വ്യത്യാസമില്ലെന്ന് പിണറായി വിജയൻ. ഇരു കൂട്ടരും സാംസ്കാരിക പ്രവർത്തകരെ കൊലപ്പെടുത്തുന്നു. വിഗ്രഹാരാധനയെ എതിർത്തതുകൊണ്ടാണ് കൽബർഗി കൊല്ലപ്പെട്ടത്. വിഗ്രഹാരാധനയെ ശ്രീനാരായണ ഗുരുവും എതിർത്തിരുന്നു. ഗുരു നേരത്തെ മരിച്ചത് നന്നായെന്നും പിണറായി വിജയൻ പറഞ്ഞു. കൊല്ലത്ത് ശക്തി അവാർഡ് വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക രംഗം കേന്ദ്രഭരണം ഉപയോഗിച്ച് കൈയടക്കുകയാണ്. ISIS എന്ന് പറയുന്ന വിഭാഗം നടത്തുന്ന അതിക്രൂരമായ കൊലപാതകങ്ങൾ, ചില മാധ്യമപ്രവർത്തകരെ അടക്കം കൊണ്ടുപോയി വധിക്കുന്ന, കഴുത്ത് വെട്ടുന്ന ചിത്രങ്ങൾ എല്ലാം കാണുമ്പോൾ നമ്മളെല്ലാവരും വല്ലാതെ വിഷമിക്കാറുണ്ട്. എന്ത് വ്യത്യാസമാണ് ISISഉം ഈ സംഘപരിവാറും തമ്മിലുള്ളത്? രണ്ടും ഒരേ രീതിയിലാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ CPIMകാർ കുരിശിൽ തറച്ചുവെന്നുള്ള വ്യാജ വാർത്ത സൃഷ്ടിച്ച് RSS പ്രചാരണം നടത്തുന്നതിനെ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അപലപിച്ചു. തലശ്ശേരി നങ്ങാരത്ത് പീടികയിൽ ശ്രീമുദ്ര സാംസ്കാരിക നിലയത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ RSSകാരാണ് തകർത്തത്. ഗുരുവിന്റെ പ്രതിമ തകർത്ത വിവരം പുറത്തു വന്നതിനെ തുടർന്നാണ് ഇത്തരം വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ സംഘങ്ങൾ തയ്യാറായത്. ഭക്തിയെയും വിശ്വാസത്തെയും മതഭ്രാന്ത് പ്രചരിപ്പിക്കുന്നതിനായി RSS ദുരുപയോഗം ചെയ്യുകയാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. അബുദാബി ശക്തി അവാർഡ് കൊല്ലത്ത് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ വിതരണം ചെയ്തു. പ്രൊഫസർ V അരവിന്ദാക്ഷൻ, EM രാധ ഉൾപ്പെടെ 9 പേർ അവാർഡുകൾ ഏറ്റുവാങ്ങി. P കരുണാകരൻ MP അധ്യക്ഷനായിരുന്നു. കവി പ്രഭാകര വർമ്മ, VM മുരളി, KN ബാലഗോപാൽ, ഡോക്ടർ രാജകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തെന്നിന്ത്യൻ ചലച്ചിത്ര നടി ശരണ്യ മോഹൻ വിവാഹിതയായി. തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ അരവിന്ദ് കൃഷ്ണനാണ് വരൻ. ആലപ്പുഴ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങിൽ ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു. നിറഞ്ഞ പുഞ്ചിരിയും ശാലീനതയുമായി വെള്ളിത്തിരയിലെത്തിയ നടി ശരണ്യ മോഹൻ ഇനി മുതൽ തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ അരവിന്ദ് കൃഷ്ണന്റെ ജീവിതത്തിലെ നായികയാണ്. ആലപ്പുഴ കൊറ്റമറ്റം കുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ അരവിന്ദ് കൃഷ്ണൻ ശരണ്യയുടെ കഴുത്തിൽ താലി ചാർത്തി.
അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി വെള്ളിത്തിരയിലെത്തിയ ശരണ്യ മോഹൻ പിന്നീട് തെന്നിന്ത്യൻ നായികാ പദവിയിലേക്ക് ഉയരുകയായിരുന്നു. തമിഴ് നടൻ വിജയ് അഭിനയിച്ച വേലായുധം, യാരടി നീ മോഹിനി തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ മികച്ച റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ശരണ്യ. വിവാഹ ചടങ്ങിൽ നടി KPSC ലളിത, സംവിധായകൻ ഫാസിൽ അടക്കം ഒട്ടേറെ പേർ പങ്കെടുത്തു. നൃത്താധ്യാപിക കൂടിയായ ശരണ്യ വിവാഹത്തിന് ശേഷം നൃത്തരംഗത്ത് തുടരും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊച്ചി ആതിഥ്യമരുളിയ അന്താരാഷ്ട്ര അഡ്വർടൈസിംഗ് അസോസിയേഷൻ രജത ജൂബിലി ആഘോഷവേദി വേറിട്ടൊരു സംവാദത്തിന് സാക്ഷ്യം വഹിച്ചു. മലയാള മാധ്യമരംഗത്തെ പ്രതിഭ ജോൺ ബ്രിട്ടാസും ഇന്ത്യൻ മാധ്യമരംഗത്തെ അതികായകൻ അർണബ് ഗോസ്വാമിയും ഒന്നിച്ചായതായിരുന്നു ആ വേദി. 3 ദിവസങ്ങളായി നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന സെഗ്മെന്റിലായിരുന്നു മാധ്യമരംഗത്തെ കുലപതികൾ വേദി പങ്കിട്ടത്. ഇന്ത്യയിലെയും ലോകത്തെ തന്നെയും മാധ്യമ പരസ്യ മേഖലകളിലെ അധികായന്മാരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയ അപൂർവ വേദിയിലായിരുന്നു ഇരു മാധ്യമ പ്രതിഭകളും കണ്ടുമുട്ടിയത്. ഇരുവരും തമ്മിലുള്ള ആത്മബന്ധവും സൗഹൃദവും പ്രകടമാക്കുന്നതായിരുന്നു സംവാദവേദി. Let me take little liberty because he is my younger brother. When I was studying in JNU Delhi, he was a junior student in Delhi University. So I am taking the liberty to instigate him and provoke him actually. മാധ്യമ കുലപതികളുടെ വാക്വൈഭവം കൊണ്ടും പ്രതിനിധികളുടെ പങ്കാളിത്തം കൊണ്ടും സാവധാനം തുടങ്ങിയ സംവാദം പിന്നീട് കത്തിക്കയറി. അതുകൊണ്ട് തന്നെ സച്ചിനും ഷാറുഖ് ഖാനും വന്നുപോയ വേദിയിൽ മാധ്യമരംഗത്തെ താരങ്ങളും കയ്യടി നേടി. Let me ask you a very, I would say, quick question. What is the secret of your energy? Anybody can guess here? Is that? What do you eat actually? Give you a secret out for the first time. 10 hours, 12 hours sitting in studio. Can anybody guess what could be the food of Arnab Goswami here? Chili. Yeah, that's a good answer. Green chili. Harat mirchi. Yeah. സദസ്സിലും വേദിയിലുമായി ലോകത്തിലെ പ്രമുഖർ അണിനിരന്ന ചടങ്ങിൽ മലയാളിയുടെ സ്വന്തം ചാനലായ കൈരളിയുടെ പേര് പലകുറി പരാമർശിക്കപ്പെട്ടു. അങ്ങനെ കേരളത്തിനും വിശേഷിച്ച് കൊച്ചിക്കും മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിച്ചാണ് 3 ദിവസങ്ങളിലായി നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന് തിരശ്ശീല വീണത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതിയിൽ സ്വയം വിരമിച്ചവർക്കും പെൻഷൻ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതിയെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പദ്ധതി നടപ്പാക്കുന്നതിൽ സർക്കാർ വാക്കുപാലിച്ചുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം പദ്ധതിയിൽ വെള്ളം ചേർത്തെന്നും പാർലമെന്റിൽ പ്രഖ്യാപിക്കാതെ തെരുവിൽ പ്രഖ്യാപിച്ച പദ്ധതിയിൽ അവ്യക്തതയെന്നും മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി ആരോപിച്ചു. വിമുക്ത ഭടന്മാർ നടത്തിവന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു.